ഹലോ ഗായ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വ്ളോഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എവിടേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, ഞാൻ ഇന്ന് പോകുന്നത് നമ്മുടെ പത്മനാഭന്റെ മണ്ണിലേക്കാണ്. അതെ, ട്രിവാൻഡ്രത്തേക്ക്. ഞാൻ പോകുന്നത് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം എന്ന സീരിയലിന്റെ 1700-ാം എപ്പിസോഡിന്റെ സെലിബ്രേഷൻ ആണ്. യെസ്, ഇന്ന് ഞാനിതാ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞു. ഈ 1700 എപ്പിസോഡ് എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അത്രയും എപ്പിസോഡ് പോയൊരു സീരിയൽ എന്ന് പറയുന്നത് നമുക്ക് അഭിമാനിക്കേണ്ട നിമിഷമാണ്. കാരണം അത്രയും ആർട്ടിസ്റ്റുകൾ, അത്രയും വർഷം പറയുമ്പോൾ 7 വർഷത്തോളം അതിൽ അഭിനയിച്ച ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരെയും നമുക്ക് കാണാൻ കഴിഞ്ഞു. അവരെ വീണ്ടും കാണാൻ കഴിയുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായ നിമിഷമാണ്. അവരുടെ സ്നേഹവും ഒക്കെ ഒന്നുകൂടി നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായ നിമിഷമാണ്. കാരണം അത് നമ്മൾ അപ്പം അറിയുന്ന ആളുകളായതുകൊണ്ട്, മീൻസ് നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചതായതുകൊണ്ട് വീണ്ടും കുറച്ച് കാലത്തിന് ശേഷം കാണുക എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് മനസ്സിൽ തോന്നുന്നത് കേട്ടോ. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഒരു സീനിയോറിറ്റി ഒന്നും തോന്നിക്കാതെ നമ്മുടെ കൂടെ അത്രയും ചില്ലായി നമ്മുടെ കൂടെ എപ്പോഴും സപ്പോർട്ടീവായിട്ട് നിന്ന ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മൗനരാഗം ടീമിൽ എല്ലാവരും, അഭിനയിച്ചവരെന്നില്ല, അവിടെ അണിയറ പ്രവർത്തകർ, പാക്കിൽ വർക്ക് ചെയ്ത ആളുകൾ എല്ലാവരും ഭയങ്കര സ്നേഹമാണ്. എന്നെ ഈ സീരിയലിലേക്ക് കൊണ്ടുവന്നത് ജോസേട്ടനാണ്. എല്ലാവർക്കും അറിയാലോ, പ്രൊഡക്ഷൻ കൺട്രോളർ ജോസേട്ടനാണ് എന്നെ ഈ ഒരു സീരിയലിലേക്ക് കൊണ്ടുവന്നത്. എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് തന്നത്. വരുൺ വന്ദന എന്ന് പറഞ്ഞ ഡബിൾ ക്യാരക്ടർ, ഒരു പുതിയ ഒരാൾക്ക് ഇത്രയും വലിയൊരു ക്യാരക്ടർ വിശ്വസിച്ച് തരുന്നത് ഭയങ്കരമായിട്ടുള്ള പ്രൗഡ് മൂമെൻ്റ് തന്നെയാണ് എനിക്ക് അന്ന് എനിക്ക് ആ ഒരു ക്യാരക്ടർ തന്നപ്പോൾ കിട്ടിയത്. കാരണം നമ്മളൊരു സീനിയർ ഒന്നും അല്ല, എന്നാൽ കൂടിയും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ അഭിനയത്തിന് ഇഷ്ടപ്പെട്ടവർ ഓക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അതും ഏഷ്യാനെറ്റുകാരാണ് എന്നെ സെലക്ട് ചെയ്തത്. അതൊക്കെ എനിക്ക് കിട്ടിയൊരു വലിയ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ ദൈവത്തെ അത്രയും വിശ്വസിക്കുന്ന ആളാണ്. ഈ പത്മനാഭൻ്റെ മണ്ണിലിരുന്നിട്ട് തന്നെ എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിഞ്ഞതും അത് പ്രേക്ഷകർ കൈ നീട്ടി സ്വീകരിച്ചതും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഡയറക്ടർ സാറ്, നമ്മുടെ ഡയറക്ടർ കുട്ടിച്ചാത്തൻ എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. ആ സീരിയലൊക്കെ ഡയറക്ഷൻ ചെയ്ത ആളാണ്. അന്നൊക്കെ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുക, എത്രയോ ചെറിയ ഒരു പ്രായമാണ് എനിക്ക്. ആ സമയത്തൊക്കെ ആ സീരിയൽ കാണാൻ വേണ്ടി ഓടി വരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയറക്ടറെ എനിക്ക് നേരിട്ട് കാണാനും അവരെ കൂടെ വർക്ക് ചെയ്യാനും പറ്റുമെന്ന് പറയുന്നത് അതിലും വേറെ സന്തോഷം ഇനി വേറെ കിട്ടാനില്ല എനിക്ക്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള എല്ലാവരുടെ കൂടെ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അതുപോലെ അവിടെ അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല വൈബായിരുന്നു. നമുക്കൊരു സീനിയോറിറ്റി ഒന്നും അവിടെ ഉണ്ടായില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് നല്ല ഡാൻസും പാട്ടും, എന്താ പറയുക, അത്രയും മനോഹരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അത് പറഞ്ഞറിയിക്കാൻ കഴിയും. നല്ല ഫുഡും ഒക്കെ. പിന്നെ അവരൊക്കെ എല്ലാവരും നമ്മുടെ ആ ഒരു വർക്ക് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫ്രീ ആയിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ടുള്ള ആ സമയം എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമല്ലേ. നമുക്ക് അത്രയും അവരോട് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്നത്. മറ്റേ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു വർക്കിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ നമുക്ക് സംസാരിക്കാനും ഇതിനൊന്നും സമയം കിട്ടാറില്ല. രാവിലെ ഷൂട്ട് കഴിഞ്ഞ് രാത്രിയാവും ഷൂട്ട് കഴിയണമെങ്കിൽ, പിന്നെ കിടക്കുക, അങ്ങനെയല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും ഫ്രീ ആയിട്ട് എല്ലാ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് നമ്മൾ അടിച്ച് പൊളിക്കാനായിട്ട് ആ ഒരു ദിവസം ഏഷ്യാനെറ്റിൻ്റെ ആ ഒരു സ്റ്റേജിൽ പോയത്. അപ്പോൾ എനിക്ക് അവിടെ പോയപ്പോൾ തന്നെ അവിടെ നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ നമ്മുടെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു. പിന്നെ അതുപോലെ തന്നെ എല്ലാം എൻജോയ് ചെയ്തൊരു നിമിഷമായിരുന്നു അന്ന്. എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം തന്നെയാണ് ഏഷ്യാനെറ്റിൽ ഒരു സീരിയലിൽ അഭിനയിക്കുക എന്നുള്ളത്. ഒരു സിനിമ അഭിനയിച്ച പോലെയാണ് നമുക്കൊരു ഏഷ്യാനെറ്റിൽ സീരിയലിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയതിൽ വളരെ സന്തോഷമാണ്. കേരളത്തിന് പുറത്തും ഏഷ്യാനെറ്റ് എന്ന ചാനൽ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ സീരിയൽ വരിക, അവർ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്നത് പോലെ, അതൊക്കെ ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഈ ഒരു ദിവസം എനിക്ക് തന്ന ഏഷ്യാനെറ്റിനും അതുപോലെ മൗനരാഗം എന്ന സീരിയലിൻ്റെ ക്രൂവിന് ഒരുപാട് സന്തോഷം. എൻ്റെ സ്നേഹവും എൻ്റെ എന്താ പറയുക, ഹൃദയം നിറഞ്ഞ, എൻ്റെ ഒരു മനസ്സ് നിറഞ്ഞ ഒരു സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസുകളൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഒരുപാട് നന്ദി എല്ലാവർക്കും, ഒരുപാട് താങ്ക്സ്.